ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് ചാപ്പാട് പുറത്ത് കഴിക്കാമെന്ന് കണ്ടു. ഒരുമാതിരി എം ടി ബിരിയാണി എന്ന് പറയാം. ഞങ്ങളുടെ തമിഴ്നാട്ടിൽ കിട്ടുന്നൊരു സാധനമാണ് എം ടി ബിരിയാണി. പിന്നെ മോര് കറി, മീൻ വറുത്തത്, പപ്പടം, ഒരു വല്ലാത്ത കോമ്പിനേഷൻ. പക്ഷേ ആ ദുഷ്ടന്മാർ ചോദിച്ചോടെ തന്നിട്ട് ഇനി ചോദിക്കാൻ വയ്യ. എങ്ങനെ ചോദിക്കുന്ന നല്ലൊരു ദിവസമായിക്കൊണ്ട്. ആ എന്തായാലും ഉള്ളതാട്ടെ. ഞങ്ങളുടെ അയൽവക്കത്തെ ഹോട്ടലിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കണ്ടോ? ഇതൊക്കെ കണ്ട് കാട്ടിലെ മൃഗങ്ങളെയൊക്കെ എണ്ണിക്കൊണ്ടിരുന്ന് ചോറ് കഴിക്കാം. പക്ഷെ ഒരു കുഴപ്പമെന്നറിയാം, അവിടെ കസ്റ്റമേഴ്സ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് അവരുടെ ഫോട്ടോ എടുക്കുന്നില്ല. അതുകൊണ്ട് ആ പോകുന്നതാണ് ഈ ദുഷ്ടൻ, ഇതിൻ്റെ മുതലാളി. മുതലാളിയാണോ പാത്രം പിറക്കുന്നത്? ആ പെട്ടിയിൽ കാശ് വീടുന്നുണ്ടെ പാത്രം പിറക്കുന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറും. പിന്നെ എൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങാണ്. നിങ്ങൾ തമ്മിൽ ഭയങ്കര സോഷ്യലിസമാണ്. അതുകൊണ്ടല്ലേ എൻ്റെ ഫുഡിൻ്റെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ കണ്ടില്ലേ? ആ എം ടി ബിരിയാണി 60 രൂപ, മീൻ വറുത്തത് 40 രൂപ, മോര് ഫ്രീ, പപ്പടം പിന്നെ നമ്മൾ മുതലാക്കും, ഒരെണ്ണം എക്സ്ട്രായും മേടിച്ച് തരും. നമുക്കൊരു നാണമില്ലാത്തത് കൊണ്ട് ഇതാണ് മുതലാളി. മുതലാളി, നിങ്ങൾ ദുഷ്ടന്മാരൊരു ശകലം ചോറ് കൂടെ തന്നായിരുന്നു എൻ്റെ വയറ് ഫുള്ളായാലും. അതെന്താ തരാത്? അത് ദാരിദ്ര്യക്കാരുടെ കൂട്ട് ചോദിച്ച് വാങ്ങിച്ച് തിന്നാൻ പറ്റുമോ? പറ്റുമോ അല്ലേ? ദാരിദ്ര്യക്കാരുടെ കൂട്ട് ചോദിച്ച് വാങ്ങിച്ച് തിന്നാൻ ദാരിദ്ര്യമല്ലേ? നല്ലൊരു ദിവസം ആയിക്കൊണ്ട് മോശമല്ലേ? ഇത് പിന്നെ ഹൈവേ ആണ്, പുല്ലൂർ ചെങ്കോട്ട ഹൈവേ 766. 766 766 ഹൈവേയുടെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയും. കോട്ടവാസൽ കഴിഞ്ഞാൽ വരുന്ന വ്യൂ പോയിൻ്റ് ഇതാണ്. പക്ഷേ വ്യൂ പോയിൻ്റെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. നിങ്ങളെല്ലാം നശിപ്പിച്ചിട്ടേക്കാണ്. കണ്ട വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്നിരുന്നത് ഇവിടെ വ്യൂ പോയിന്റിൽ. നോക്കട്ടെ, ഒക്കെയാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ. ഷോർട്ടല്ലേ, ഇതിപ്പോൾ 2.5 മിനിറ്റ് ആകുന്നു. കേരളത്തിൽ എവിടെ വൃത്തി? ജാത്യാഗുണം അവരെവിടെയും പോയാൽ കളയത്തില്ല. ആ വെളിയിൽ നിന്ന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കച്ചവടം ഇവിടെ നിർത്താം. നോക്കട്ടെ, ഈ ഒരു ഷോട്ടിൽ ഇന്നത്തെ ബിരിയാണിയുടെ 100 രൂപ ബില്ല് പോകുമെന്ന്.